നുണപരിശോധനയിൽ കലാപം സോബി പറഞ്ഞ് നുണയാണെന്ന് തെളിഞ്ഞു. കേസ് അവസാനിപ്പിക്കണം. സോബിക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ ആരാ? ഈ CBI എന്ന് പറഞ്ഞ പരനാവികളാ പറഞ്ഞത്. CBI പരനാവി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ വിവരദോഷികൾ ഉണ്ടല്ലോ, കോടതി കൊടുത്ത് എന്നാന്ന് പറയുമ്പോ അവര് എന്നോട് പറഞ്ഞു സോബിയുടെ നുണപരിശോധനയിലൊക്കെ കറക്റ്റാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മാധ്യമങ്ങളോട് പറഞ്ഞു സോബി പറഞ്ഞ് നുണയാണെന്ന് ബോധ്യപ്പെട്ടാൽ കേസ് അവസാനിപ്പിക്കാൻ ഞങ്ങളെ വഴിയേറ്റതിന് അവർ കേസ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവര് കോടതി കൊടുത്ത റിപ്പോർട്ട് എന്നാന്ന് പറയട്ടെ, എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞു, അതുകൊണ്ട് എന്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് നുണപരിശോധന നടത്താൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്തേ. അതെങ്ങനെയാ പറ്റില്ല എന്ന് അവർ എഴുതി കൊടുത്തേ. എന്നിട്ട് ഇവരെന്തിനാണ് എനിക്ക് മാധ്യമങ്ങളോട് ഈ വേണ്ടാത്ത വർത്താനം പറഞ്ഞത്? ഞാൻ എന്താ പേടിച്ചു പോകുന്ന ഓർമ്മണ്ട? പേടിച്ചു വന്ന അതിന്റെ CBIക്കെതിരെ CBI എനിക്കെതിരെ കേസ് കൊടുത്തപ്പോ ഞാൻ CBIക്കെതിരെ കേസ് പോയി നടത്തി. ആ കേസ് എടുത്ത് ഞാൻ CBIയുടെ വഴി തെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അമാനുഷികരെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന CBIക്കാരെ വഴി തെറ്റിക്കാൻ എന്നെ പോലെ ഒരു മണ്ടൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് വിവരമുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊരു മടിയില്ല, പേടിയില്ല അത് പറയാനായിട്ട്. അത്രേ അവരെ ഞാനത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇത് പറഞ്ഞിട്ട് എനിക്കെതിരെ അവർ കേസ് കൊടുത്തു. കോടതിയിൽ ഞങ്ങളെ കേസിന് വിസ്തരിക്കുന്ന സമയത്ത് ജഡ്ജി ആ പേപ്പർ എടുത്തു വെച്ചിട്ട് പറഞ്ഞതെന്നറിയാമോ, ഒരാൾ കണ്ട കാര്യം പറഞ്ഞതിന് സാക്ഷി പറയാൻ വന്ന ആൾക്കെതിരെ എന്ത് നിലപാടിലാണ് നിങ്ങൾ കേസ് എടുക്കുന്നത്? രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞ് അത് എന്നിട്ട് കേസ് തള്ളിക്കളയരുത്. എന്നിട്ട് ഒരു പത്രക്കാരും അത് എഴുതിയില്ല. അല്ല, അത് മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മാധ്യമങ്ങൾക്ക് ഇവർ കൊടുത്തേക്കണ റിപ്പോർട്ട് അവർക്ക് നമ്മൾ എന്തിനാ അവരോട് നമ്മൾ പരാതി പറഞ്ഞതിന്? അവർക്ക് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു CBI ഇന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതിന് മാധ്യമങ്ങളെ നമ്മൾ കുറ്റം പറയല്ല. ഈ എന്തിനാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കോടതിയിൽ എന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇപ്പൊ CBIയുടെ ഒരു കേസ് അവിടെ വന്നു. കേസ് വന്നു കഴിയുമ്പോഴത്തേനും ആ ഇരുന്ന മജിസ്ട്രേറ്റ് CBIയോട് പരസ്യമായിട്ട് കോടതി പറയാണ് CBIക്ക് ഇപ്പൊ പേരുള്ളൂ, പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, അല്ലാണ്ട് നിങ്ങളിപ്പോ വലിയ കേസ് തെളിയിക്കണമെന്ന് പരസ്യമായിട്ട് കോടതി ചോദിച്ചാൽ, നമ്മുടെ കേസിലല്ല വേറൊരു കേസിൽ പറഞ്ഞ് ഞാനെന്ന കോടതിയിലുണ്ട്, കോടതിയിൽ പരസ്യമായിട്ട് ചോദിച്ച ഒരു 2 ആഴ്ചക്ക് മുമ്പ് ചോദിച്ചാൽ. അത് CBI കേൾക്കുമ്പോൾ സോബി പേടിക്കൊന്നുമില്ല. അവർ പേടിപ്പിക്കുന്നവരൊക്കെ പേടിപ്പിക്കായിരിക്കും, മറ്റേ സിനിമയിലൊക്കെ കാണുന്നതായിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിൽ എന്റെയൊക്കെ മനസ്സിൽ CBI കേൾക്കുമ്പോൾ ഒരു അത്യാവശ്യം എന്റെയൊക്കെ ഏജൊക്കെ ഉള്ളവരുടെ ഒക്കെ മനസ്സിൽ കാണുന്നത് SN സാബിയുടെ CBIയുടെ കുറിപ്പാണ്. അതിനകത്ത് മമ്മൂട്ടിനെ പോലുള്ള മനുഷ്യനൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കണെന്ന് ഓർത്താണ് ഞാൻ പോയത്. ഇതൊക്കെ എന്നാ പറയുന്നത്. അതുമായി തന്നെ മധുബാലകൃഷ്ണൻ എത്ര വൃത്തിയായിട്ടവനാന്ന് പറയുമ്പോ മധു, അതിനെയാണ് പറയണത്. ഞാനിത് ആദ്യമായിട്ടാണ് പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാലഭാസ്കർ കേസ് ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ കേസ് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ മധുബാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരും.